ഇത് സുഗമദേവിയിലെ പ്രമോയിലെ മീര വളരെ സംശയത്തോടെ തന്നെ പ്രഭാവതിയോട് ചോദിക്കുകയാണ്. നന്ദനും ദേവിയും തമ്മിൽ എന്താണ് ആൻറ്റി ബന്ധമെന്ന് ചോദിക്കുമ്പോൾ തന്നെ പ്രഭാവതി ഞെട്ടുന്നുണ്ട്. ദേവിയോട് എന്താണ് സിദ്ധാർത്ഥനങ്ങൾ ഇത്ര സ്നേഹം, ഭാര്യയോടും മക്കളും അത് എന്ത് സ്നേഹമാണത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ ശാരികയാണ് കാണിക്കുന്നത്. ശാരിക വളരെ വിഷമത്തിൽ നിൽക്കുമ്പോൾ അച്ഛൻ വന്ന് പറയുകയാണ്, മോളെ പിടിക്കുമ്പോൾ പെൺകുട്ടികൾ പുള്ളുങ്ങുമ്പോൾ തന്നെ പിടിക്കണം, അല്ലാതെ നിൻ്റെ ചേച്ചിയെപ്പോലെ ആയിരുന്നൊക്കെ പറഞ്ഞാലും ശാരിക വളരെ വിഷമത്തിലാണ്. അതിനുശേഷം ജാനകി ചന്ദ്രോത്തെത്തുകയാണ് കേട്ടോ. നന്ദൻ്റെയും ദേവികയുടെയും പ്ലാൻ ആയിരിക്കും ഇതെന്നൊക്കെ പ്രഭാവതിയോട് ജാനകി സംസാരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കാർത്തികേയൻ ശാരികയുടെ വീട്ടിലെത്തിയാണ്. നാളത്തെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും കല്യാണം കഴിഞ്ഞാൽ നീ സങ്കടപ്പെടുകണ്ട എന്നൊക്കെ പറഞ്ഞ് ശാരികയോട് സംസാരിക്കുകയാണ് കാർത്തികേയൻ കേട്ടോ. പക്ഷേ ഇതൊന്നും കേട്ട് ശാരികയ്ക്ക് സങ്കടം അടക്കാനാവുന്നില്ല കേട്ടോ. അമ്മയും ശാരികയും വളരെ സങ്കടത്തിൽ തന്നെ ഇരിക്കുകയാണ്. നാളത്തെ കല്യാണം എങ്ങനെ നടത്താതിരിക്കുന്നതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് മീരയാണ്. നന്ദനുമായിട്ട് സംസാരിക്കുകയാണ് മീര കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ദേവിയായിട്ട് ഇത്ര സംസാരിക്കാനെന്നൊക്കെ മീര നന്ദനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവി ഇവിടുന്ന് പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ ഞാൻ സിദ്ധാർത്ഥൻ സാർ ഇവിടുന്ന് എഴുന്നേറ്റ് നടക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നൊക്കെ ദേവിയെ പറയാണ് കേട്ടോ.